എല്ലാ ഭാര്യമാർക്കും ബാധകമാണ്. ഉപദേശം 1. ഭർത്താവിന് അനുസരണയില്ലാത്ത അഹങ്കാരിയായി നീ മാറരുത്. അങ്ങനെ മാറിയാൽ റബ്ബ് നിന്നെ ദാരിദ്ര്യം കൊണ്ട് ശിക്ഷിക്കും. ഉപദേശം 2. ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ പുറത്തു പോകരുത്. ഇനി എങ്ങാനും അങ്ങനെ പോയാൽ പോകുന്ന സ്ഥലങ്ങളിലെ ജീവികളെല്ലാം നിന്നെ ശപിക്കും. ഉപദേശം 3. ഭർത്താവ് കടന്നു വരുമ്പോഴോ എവിടെയെങ്കിലും പുറപ്പെടുമ്പോഴോ മുഖം കറുപ്പിക്കാൻ പാടില്ല. ഉപദേശം 4. ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇതുവരെ നിങ്ങളിൽ നിന്നും ഒരു നന്മയും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു പോകരുത്. അങ്ങനെ പറഞ്ഞാൽ നിക്കാഹ് കഴിഞ്ഞു ആ നിമിഷം വരെ നീ ചെയ്ത എല്ലാ നന്മയും ബാത്തിലായി പോകും. ഉപദേശം 5. ഒരു തരത്തിലും ഭർത്താവിനെ വേദനിപ്പിക്കാൻ പാടില്ല. ഉപദേശം 6. ഭർത്താവ് നിന്നെ വിളിക്കുകയാണെങ്കിൽ എവിടെയായിരുന്നാലും നീ മറുപടി കൊടുക്കണം. അല്ലെങ്കിൽ ആ കാരണത്താൽ നിന്റെ ഇബാദത്തുകൾ മുഴുവനും അള്ളാഹു ഭർത്താവിന് നൽകപ്പെടുന്നതാണ്. ഉപദേശം 7. ഭർത്താവിൻ്റെ പൊരുത്തത്തോടെ നിനക്ക് പ്രസവിക്കാനായാൽ നിന്റെ ശരീരത്തിലെ ഓരോ രോമങ്ങളുടെ അളവിനനുസരിച്ച് നിനക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ്. ഉപദേശം 8. ഭർത്താവിൻ്റെ പൊരുത്തത്തോടെ 2 വയസ്സുവരെ നിന്റെ കുഞ്ഞിന് നീ മുലപ്പാൽ കൊടുക്കണം. എങ്കിൽ 1000 ഷഹീദിൻ്റെ കൂലി നിനക്ക് അള്ളാഹു നൽകുന്നതാണ്. ഉപദേശം 9. റുക്കൂഹും സുജൂദും ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം നിനക്ക് ഭർത്താവിന് മുന്നിൽ ചെയ്യാവുന്നതാണ്. ഉപദേശം 10. നീ ഭർത്താവിനെ സ്നേഹിക്കുമ്പോൾ നിനക്ക് അനുഗ്രഹങ്ങളും വെറുത്താൽ അള്ളാഹുവിൻ്റെ ശാപവും വർഷിക്കുന്നതാണ്. ഉപദേശം 11. ഭർത്താവിനെ സന്തോഷിപ്പിച്ചാൽ 10 നന്മകളെ നിനക്കായി എഴുതുകയും 70 തിന്മകൾ നിന്നിൽ നിന്നും മായ്ച്ചു കളയുന്നതുമാണ്. ഉപദേശം 12. നീ ഭർത്താവിൻ്റെ പൊരുത്തത്തിൽ വേണം മരിക്കാൻ, എന്നാൽ നിനക്ക് അള്ളാഹുവിൻ്റെ സ്വർഗമുണ്ട്. ഉപദേശം 13. ഭർത്താവിനോടുള്ള വാക്കുകളും നോട്ടങ്ങളും സ്നേഹം അധികരിപ്പിക്കുന്നതാകണം. മാഷാ അല്ലാ, നല്ല 13 ഉപദേശങ്ങളാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്തത്. ഈ 13 ഉപദേശങ്ങളും നമ്മളുടെ ഭാര്യമാർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ അവർക്ക് സ്വർഗത്തിൽ വളരെ എളുപ്പമായി കടക്കാൻ കഴിയുന്നതാണ്. ഒരു ഭാര്യയുടെ സ്വർഗം അവളുടെ ഭർത്താവിലാണ്, ഒരു ഭാര്യയുടെ നരകവും അവളുടെ ഭർത്താവിലാണ്. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം. ഇൻഷാ അല്ലാ ഇത് നിങ്ങളുടെ കൂട്ടുകാരികൾക്കും ഷെയർ ചെയ്യുക.